വേഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫോർമാറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം. പത്ര എഴുതുന്ന സമയത്ത്, ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡ് സ്ഥാനും താരീഖും എഴുതി കൊടുക്കണം. സ്ഥാൻ സ്ഥലം, താരീഖ് ഡേറ്റ് ആണ്. ഇനി പ്രിയ മിത്ര എന്ന് പറഞ്ഞ് നമ്മൾ കത്ത് തുടങ്ങുക. തും കൈസേ ഹോ, നിനക്ക് സുഖമാണോ? ടീക് ഹോനാ, സുഖം തന്നെയല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അല്ലേ. മേ യഹാൻ ടീക് ഹൂ, ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. തുമാരി കോയി ഖബർ നഹി കുച്ച് ദിനോ സേ, നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ കുറെ ദിവസമായിട്ട്. മുझे तुमसे एक खास बात कहने के लिए मैं ये पत्र लिख रहा हूँ. നിന്നോട് ഞാനൊരു സ്പെഷ്യൽ കാര്യം, ഖാസ് ബാത്ത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കാര്യമാണ്, സ്പെഷ്യൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് എഴുതുന്നത് എന്ന് പറയാണ്. അപ്പൊ ഏത് പാഠത്തിലെയാണോ കത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് ആ ഒരു കണ്ടന്റ് ആണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഷഹൻഷാ അക്ബറിന്റെ ചാപ്റ്ററിൽ നിന്നാവാം കത്ത്, അതുപോലെ തന്നെ പിതാക്കാ പ്രായശ്ചിത്താവാം അല്ലെ, അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കത്ത് പ്രതീക്ഷിക്കാം. അപ്പൊ ആ ഒരു കണ്ടന്റ് ആണ്, ഏതാണോ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന അർത്ഥത്തിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്, വഹാം തുമാരി പഠായി കേസേ ഹോ രഹി ഹേ, അവിടെ നിന്റെ പഠനം എങ്ങനെ പോകുന്നു? തും കബ് യഹാ ആവുങ്കി, നീ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ജവാബ് പത്രികി പ്രതീക്ഷ സേ, ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റ് മിസ്സാക്കരുത്. ജവാബ് പത്രികി പ്രതീക്ഷ സേ, മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ആര് അല്ലെ? തുമാരാ മിത്ര. ഇനി പെൺകുട്ടികളാണെങ്കിൽ തുമാരി മിത്ര എന്ന് എഴുതാം. ഹസ്താക്ഷരല്ലേ, പേര് എഴുതുക, ഹസ്താക്ഷരം എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ എഴുതി കൊടുത്താൽ നമുക്ക് 4 മാർക്കാണ് കിട്ടുക. ഓക്കെ, മിസ്സാക്കരുത്. അടുത്ത നോക്കിയേ, ഡയറി. ഒരു ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നോക്കിയേ, റൈറ്റ് സൈഡ് നമ്മൾ ഇതാ താരീഖും ദിനും എഴുതി കൊടുക്കുകയാണ് അല്ലെ. താരീഖും ദിനുമാണ് എഴുതി കൊടുക്കുന്നത്. നേരത്തെ സ്ഥാനും താരീഖും ആയിരുന്നു, ഇവിടെ താരീഖും ദിനുമാണ്. താരീഖ് എന്താ? ഡേറ്റ് ആണ്. ദിൻ എന്താ? ദിവസമാണ്. ഓക്കെ, ആജ് കെ ദിൻ മേ കബി നഹി ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ക്യോങ്കി ആജ് ബഹുത് ഖുഷി ഓർ ദുഃഖ കാ ദിൻ ദാ, ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തിന്റെ, അതല്ല എനിക്ക് വളരെ സങ്കടത്തിന്റെ ദിവസമായിരുന്നു. മേരെ ജീവൻ മേ യേ നയാ അനുഭവ് ഹേ, എന്റെ ജീവിതത്തില് ഇത് പുതിയൊരു അനുഭവമായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു ഡയറി പ്രതീക്ഷിക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ പിതാക്കാ പ്രായശ്ചിത്ത എന്ന ചാപ്റ്ററിൽ നിന്ന് അരുൺ ഗാന്ധിയുടെ ഡയറി നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണല്ലേ അത്. അപ്പോൾ ആ ഒരു ഏത് ചാപ്റ്ററിൽ നിന്നാണോ ചോദ്യം വരുന്നത് ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണോ പാരഗ്രാഫ് അത് ഇവിടെ എഴുതി കൊടുക്കുക. എന്താണോ ആ ഒരു കണ്ടന്റ് അത് ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് ഡയറി അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെ എഴുതാം? ഇസ് ദുഃഖ കെ ബാരേ മേ, ഇനി സന്തോഷാണെങ്കിലോ ഇസ് സുഖ കെ ബാരേ മേ ഓർ ഇസ് ഖുഷി കെ ബാരേ മേ സോച്ച് കർ നീന്ത് ബി നഹി ആത്താ, ഉറക്കം വരുന്നില്ല എന്ന് നമുക്ക് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഡയറിയുടെയും പത്രന്റെയും ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.